ശ്രീ ഡിന്നി, ഇവിടെ പ്രശ്നം ഈ ആധുനികമായ ഒരുപാട് സംവിധാനങ്ങൾ വേറെ ഉണ്ടായിരുന്നു, അത് ഫലപ്രദമായി ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. അതിൽ എത്രത്തോളം കഴമ്പുണ്ട് ആ ആരോപണത്തിൽ? ഈ വലിയ പ്രതിസന്ധിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താനാകുന്ന മറ്റു സംവിധാനങ്ങൾ നിരവധി ഉണ്ട് എന്ന് കരുതണോ? ശ്രീ രഞ്ജിത്ത്, നമ്മളിതിനെ മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ ഒരു ഇപ്പൊ ഇന്നത്തെ ഒരു ഡിസിഷൻ കൊണ്ട് മാത്രം നമുക്ക് അതിനെ അസസ് ചെയ്താൽ നമ്മൾ പറ്റും. ആദ്യത്തെ 2 ദിവസം അവിടെ ഒരു വേണ്ട രീതിയിലുള്ള സിസ്റ്റം ചലിച്ചില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഒരു പരിധി വരെ ഇന്ന് നമ്മൾ ഈ അന്വേഷണം ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതേ ആ 2 ദിവസത്തെ ആ 48 hours ഇനിഷ്യലി അവർക്ക് ആ രീതിയിലുള്ള പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇതിനു മുൻപ് നമുക്കൊരു എന്തെങ്കിലും ഒരു അറിവ് അല്ലെങ്കിൽ നമുക്കൊരു ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇത് നടക്കാത്തത് ഒരു വാസ്തവമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ കണ്ടത് അവിടുത്തെ ഗവൺമെന്റും അവിടുത്തെ ബാക്കി SDRFും NDRFും സൈന്യവും നേവിയും എല്ലാവരും ചേർന്നിട്ട്, ഇൻക്ലൂഡിങ് അവിടുത്തെ കാർവാർ MLA, അവരെല്ലാം ചേർന്നിട്ട് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇവിടെ നിന്നിട്ട് പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. അതിന് തന്നെ അവർ ലേറ്റസ്റ്റ് ടെക്നോളജി കൊണ്ടുവന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അവരൊരു ഫൈനാലിറ്റി പറഞ്ഞു. അതായത് ട്രക്ക് പുഴയിലാണ് എന്നുള്ള ഏകദേശം നമുക്കൊരു ഇപ്പൊ നമുക്ക് അറിയാം അത് ട്രക്ക് പുഴയിലാണെന്നുള്ളത്. പക്ഷെ എന്നിട്ടും അർജുന്റെ കുറിച്ചുള്ള ഒരു വിവരം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രക്ക് താഴെ ആ പുഴയുടെ താഴെ ഉണ്ട്. പക്ഷെ ആ ട്രക്കിന്റെ എത്തണമെങ്കിൽ ഫിസിക്കലായിട്ട് ഒരു മനുഷ്യൻ പോയാൽ മാത്രമേ ആ ട്രക്ക് എവിടാണെന്നും ആ ട്രക്കിന്റെ ക്യാബിൻ എവിടാണെന്നും ആ ട്രക്കിന്റെ ക്യാബിനിലുള്ള അർജുൻ ഉണ്ടോ ഇല്ലേ എന്നുള്ള ഒരു അറിവ് നമുക്ക് കിട്ടത്തുള്ളൂ. അവിടാണ് നമുക്കിപ്പോ പ്രകൃതിയായിട്ട് നമ്മൾ ഒരു യുദ്ധം ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് നിൽക്കുന്നത്. കാരണം അത്രമാത്രം ഒഴുക്കുണ്ട് അവിടെ. ആ ഒഴുക്കും പിന്നെ അങ്ങ് തന്നെ പറഞ്ഞ പോലെ വിസിബിലിറ്റി 0 ആണ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഇനി ഏത് എക്യുപ്മെന്റ് കൊണ്ടുവന്നാലും എന്താണ് ചെയ്യാൻ പോകുന്നത്? മണ്ണ് മാറ്റുന്നതായിരിക്കും ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഈ ട്രക്കിന്റെ മുകളിൽ മണ്ണും കല്ലും മരങ്ങളും മറ്റു കുറെ കാര്യങ്ങൾ കിടപ്പുണ്ട്. അപ്പൊ ട്രക്ക് എവിടാണെന്ന് കൃത്യമായിട്ട് കണ്ടെത്തിയാൽ മാത്രമേ ഈ എക്യുപ്മെന്റ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. ആ ട്രക്ക് എവിടാണെന്ന് കണ്ടെത്തണമെങ്കിൽ മനുഷ്യൻ താഴെ പോയേ സാധിക്കൂ. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് മനുഷ്യന് താഴെ പോകാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ്. അത് നേവി നേരത്തെ പറഞ്ഞു, നമ്മളെ മുൻപിൽ 2 ദിവസം ഈശ്വർ മല്ലപ്പ എന്നുള്ള വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ സ്വന്തം ജീവൻ പോലും സ്വന്തമായിട്ടുള്ള റിസ്കിൽ തന്നെ അദ്ദേഹം പോയി. പക്ഷെ അദ്ദേഹത്തിന് പോലും താഴെ എത്താനോ ഈ ട്രക്ക് എവിടാണെന്നോ ഉള്ളതിനെ കുറിച്ചുള്ള ഒരു വിവരം, ഒരു കാര്യവും അദ്ദേഹത്തിന് പറയാൻ സാധിച്ചില്ല. അപ്പൊ ഈ ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണമെന്നാണ് എന്റെ ഒരു പുറത്ത് നിൽക്കുമ്പോൾ ചെയ്യുന്നത്. അതായത് ഇനിയിപ്പോ അപ്പൊ ചോദിക്കുന്നത് നമ്മൾ ഇനി നെക്സ്റ്റ് എന്ത്? അങ്ങയുടെ തന്നെ ആദ്യത്തെ ചോദ്യമായിരുന്നു നെക്സ്റ്റ് എന്ത് എന്നുള്ളതിനകത്ത് എനിക്ക് തോന്നുന്നു ഡെഫിനറ്റ്ലി നമ്മൾ മറ്റുള്ള എക്യുപ്മെന്റ് കൊണ്ടുവരണം. പക്ഷെ അത് ഈ ഡൈവേഴ്സിന് റിസ്ക് എടുത്തിട്ട് താഴെ കൊണ്ടുപോകുന്നതിനകത്തല്ല, ബാക്കിയുള്ള എക്യുപ്മെന്റ് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും കുറച്ച് ദിവസം കഴിയുമ്പം ഈ പുഴയുടെ ആ ഒരു ഒഴുക്ക് കുറയും. എനിക്ക് തോന്നുന്നു ഇപ്പൊ 21 ദിവസമാണ് അവർ പറയുന്നത് അതിന്റെ ഈ കാലാവസ്ഥ ഇങ്ങനെ തന്നെ നിൽക്കും എന്നുള്ളത്. പക്ഷെ എന്നിരുന്നാലും അതല്ലാതെ നമുക്ക് വേറെ യാതൊരു നിവൃത്തിയില്ല. അപ്പൊ ഇൻ ദ മീൻ ടൈം ഒരു പോസിബിലിറ്റി എനിക്ക് തോന്നുന്നു അവിടുത്തെ ടീം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രക്ക് മാത്രമേ അകത്തുള്ളൂ എന്നുള്ള ഒരു ഫൈനാലിറ്റി ഏകദേശം ഒരു എന്താ പറയുക നമുക്കൊരു കൺഫർമേഷൻ ഉള്ളൂ. അർജുൻ എവിടാണെന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അപ്പൊ അതാണ് പ്രശ്നം. അർജുൻ എവിടെ എന്ന ചോദ്യമാണല്ലോ. അർജുന് വേണ്ടിയാണ് നമ്മൾ ഈ ദിവസം മുഴുവൻ കാത്തിരിക്കുന്നത്. ഈ ട്രക്കിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്ന കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്. അതിനും ഇതുപോലെ ഇത്ര സമയം എടുക്കുകയാണ്. അതെ. അപ്പൊ ആ സമയം കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ആ കാരണം എനിക്ക് ഓർമ്മയുണ്ട് 3 ദിവസം മുമ്പും കാർവാർ MLA ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് അഥവാ അർജുൻ പുറത്തായിരുന്നു ഈ സംഭവത്തിന്, അവിടുത്തെ ആ ചായക്കടയിലുള്ള ബാക്കിയുള്ള 7 പേര്, ടോട്ടൽ 8 പേരാണ് അവിടെ മിസ്സിംഗ് ആയത്. അവർക്ക് കുറെ അതിനകത്ത് മരിക്കുകയൊക്കെ ചെയ്തത്. പക്ഷെ അതിനകത്ത് ആ ഏരിയയിൽ എവിടെയെങ്കിലും അർജുൻ ഉണ്ടായിരുന്നോ എന്നുള്ള ഒരു കൺഫർമേഷൻ ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല. അപ്പം എന്തായാലും ഇപ്പം ഈ പുഴയുടെ താഴേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതായത് മനുഷ്യനായിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് കരഭാഗത്ത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇൻ ദ മീൻ ടൈം ഈ സമയം കൊണ്ട്, അതായത് ഒരു എന്തെങ്കിലും ഈ പുഴയുടെ ഒരു കുറയുമല്ലോ, ആ കുറഞ്ഞ സമയത്ത് ഒരു ഡ്രൈവർ താഴെ പോയി കഴിഞ്ഞാൽ, അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് ഏത് എക്യുപ്മെന്റ് വെച്ച് 100% ഈ ട്രക്കിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റും, ആ എക്യുപ്മെന്റിന് വേണ്ടിയുള്ള ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ അതിനു വേണ്ടി എവിടുന്ന് കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇതെല്ലാം പറഞ്ഞാൽ തന്നെ എനിക്ക് ഒരു കാര്യം കൂടെ ശ്രീ രഞ്ജിത്ത് പറയാനുള്ളത്, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, അതായത് ഏറ്റവും അവസാനം അവരാണ് ആ ഡിസിഷൻ എടുക്കുന്നുള്ളത്. ആ ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന
ആ DC ആൻഡ് അവരുടെ ഒരു എക്സ്പെർട്ട് ടീം, ആ ടീം എടുക്കുന്ന ഡിസിഷനെ നമ്മളെല്ലാം മാനിക്കണം. കാരണം എനിക്ക് തോന്നുന്നില്ല അവരാരും എന്തെങ്കിലും ഒളിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും താല്പര്യമോ, അവരെല്ലാരും മനുഷ്യരാണ്, അവരെല്ലാരും നല്ല മനസ്സുള്ളവരാണ്, ആരെയും ഒന്നും മനഃപൂർവ്വം എന്തെങ്കിലും ചെയ്യാം. അവരുടെ രണ്ടാളുകൾ നമ്മളെ ഒരാള് 3 ഭാരതീയരാണ് അവിടെ കാണാതായിരിക്കുന്നത്. അവരെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നത് ശ്രീ ഈശ്വർ മൽപ്പയെ പോലുള്ള ആളുകളും അവരെല്ലാം വരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു അവരുടെ ആ ഡിസിഷനെ നമ്മൾ മാനിക്കണം. അവർ പറയുകയാണ് ഇപ്പൊ റിസ്ക് ആണ്, പോകാൻ പറ്റത്തില്ലെങ്കിൽ അതാണ് ഫൈനൽ ഡിസിഷൻ, നമുക്ക് അത് മാനിച്ചേ പറ്റൂ. ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ഡെഫിനറ്റ്ലി അത് 2 ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് നിന്ന് ചർച്ച ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന എക്യുപ്മെന്റ്സ് എല്ലാം കൊണ്ടുവരണം തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്.